ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു മീൻ പൊരിച്ചതിൻ്റെ ഒരു മസാല മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു രുചിയിലാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല കേട്ടോ നമ്മളിതിൽ ചെയ്യുന്നത്. ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ മത്തിയാട്ടോ എടുത്തത്. ചെറിയ മത്തിയാണ് നമ്മൾ എടുക്കേണ്ടത്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. ചെറിയ മത്തിയാണെങ്കിൽ മത്തി നിങ്ങൾ എടുക്കുന്നെങ്കിൽ ചെറുതെടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ മത്തിയിൽ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഒരുപാട് മസാല ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുള്ളത്, ഓണാക്കരുത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം സ്പൈസി ആയിട്ട് മീൻ ഫ്രൈ വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതാ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നമുക്കിതാ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലകൾ വെളിച്ചെണ്ണയായിട്ട് നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം. കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ 2 മസാലയും മതിയെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം മതി. പക്ഷേങ്കിൽ കുറച്ച് ഞാൻ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതും ഏകദേശം 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. അതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിലാട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു മസാല കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. മസാല ഏകദേശം ഒന്ന് റെഡിയായി വരുന്നത് കാണുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇത് നമ്മൾ മൊരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് തന്നെ ചേർക്കണമെന്നില്ല, ചതച്ച് ചേർക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് അധികം കറിവേപ്പിലയും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിം കടന്നിട്ട് വേണം ഇതൊക്കെ നന്നായിട്ടൊന്നും മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുപോലെ നമ്മളെ മുളക് പൊടി ഒന്നും കരിഞ്ഞു പോകരുത്, അതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലാകുമ്പോൾ അതിൻ്റെ ആ ഒരു കുഴപ്പമൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നല്ലോണം ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഈ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ നമ്മൾ ഇതിനേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ചേർത്താണ്, അതുകൊണ്ട് ഒരുപാടങ്ങ് കൂടി പോകരുത്. അതും കൂടി ചേർത്തിട്ട് എല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വാളംപുളി പിഴിഞ്ഞിട്ട് ചേർക്കുന്ന കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായിട്ടില്ല, കുറച്ച് കട്ടി തന്നെ ചേർത്ത് കൊടുക്കണം. അതുപോലെ പുളി അധികം കൂടി പോകരുത്, ആവശ്യത്തിന് വേണം കേട്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിയിൽ തന്നെ നമ്മളിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു മസാല ഒന്ന് നല്ലോണം യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കരിഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ മീൻ ഇത് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ തിരിച്ചിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ഇതിലുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റി വരികയും വേണം. നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം. ഈ മീനിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗം റെഡിയായി എന്ന് കാണുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മളെ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മസാല മാത്രം മതിയാവട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഒന്നും കൂടിയും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് എല്ലാ ഭാഗത്തും മസാല ഒന്ന് നല്ലോണം പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മസാലയൊക്കെ നല്ലോണം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു മസാലയിൽ നിങ്ങൾ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മത്തി കഴിക്കാത്ത കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയും രുചിയാട്ടോ ഇതിന്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്